ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമേ. അപ്പോൾ ഇത് നമ്മുടെ ബേറാപ്പിളല്ല, നമ്മുടെ ഒരു പ്ലമ്മാണത് കേട്ടോ. പക്ഷെങ്കിൽ നമ്മുടെ നമ്മൾ വാങ്ങുന്ന പ്ലമ്മിനെക്കാട്ടി വളരെ ചെറിയ സൈസാണ്, പക്ഷേ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് അതിന്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചില ചവർപ്പെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു. നമ്മുടെ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ വളരുന്നതായതുകൊണ്ട് പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാത്തതൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. അതാണ് നമ്മൾ വീട്ടിലോരോന്നൊക്കെ നട്ടു വെച്ചാലുള്ള പ്രയോജനം. അപ്പം ഇതാണ് ശരിക്കും. ഇത് കിട്ടാൻ ഒത്തിരി പാടാണ് കേട്ടോ. അത് ഞാൻ പറമ്പിലൊക്കെ പോയി കണ്ടുപിടിച്ച് ഒപ്പിച്ചെടുത്തതാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യൂന്നി എന്ന് പറയും. ഒരുപാട് പേർക്കറിയാം, എങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയത്തില്ല. ഈ കയ്യൂന്നി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഹെർബാണിത്. ഇത് നമ്മൾ എണ്ണ കാച്ചാൻ ഒത്തിരി നല്ല കേട്ടോ. നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല ഇടതൂർന്ന് വളരാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ തലയോട്ടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഹെൽത്ത് ഡാൻഡ്രഫ് മാറാനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ലിവർ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദഹന പ്രശ്നത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റാണ് ഈ കയ്യൂണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇത് എന്താണ് നമ്മുടെ ചെടി ബിന്ദി ചെടിയെല്ലാം നല്ലപോലെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താണ് ചെയ്തതെന്നറിയാമോ, ഓരോരോ കുഞ്ഞു ചട്ടിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സീഡ്സ് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കേട്ടോ. പക്ഷേ അത് നല്ലപോലെ കിളിച്ച് വരും. എന്നിട്ട് ഞാൻ കാത്തിരുന്നു, ഇത്രയും പൂക്കുന്നിടം വരെ ഞാനത് കാത്തിരിക്കുമായിരുന്നു. അത് പൂവായോ എന്നും ചെന്ന് നോക്കുമായിരുന്നു കേട്ടോ. മുട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മീൻസ് നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്കത് കിട്ടുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സീഡ് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഓരോ ചട്ടിയിൽ ഇട്ട് കൊടുത്തതാണ്. പക്ഷെ നല്ലപോലെ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല പൂക്കളുണ്ടാകുമെന്ന്. ബിന്ദി ചെടിയെല്ലാം നല്ലപോലെ പൂത്തു. അതെനിക്ക് നല്ലൊരു സന്തോഷം. അത് എല്ലാം നല്ല ഒരേപോലെ പൂത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അത് പൂക്കുന്ന ഒരു സമയമാണ്. മഴയാണെങ്കിലും ശരി, ഇത്രയും പൂത്ത സ്ഥിതിക്ക് ഇനിയും നല്ലപോലെ പൂക്കും. ബിന്ദി ചെടി അല്ലെങ്കിൽ നമ്മുടെ ക്രിസാന്തമത്തിൻ്റെ വേറൊരു വെറൈറ്റി ആണല്ലോ ഇത്, മാരിഗോൾഡ്. പേര് അത് എനിക്ക് കിട്ടിയില്ല. മാരിഗോൾഡ് എപ്പോഴും ഒരു നല്ല ചെടിയാണ്. പിന്നെ നമ്മൾ ഈ മാരിഗോൾഡ് ഉണ്ടല്ലോ, വെക്കാൻ നേരം ഗാർഡനിൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പയറിൻ്റെയൊക്കെ ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ പെസ്റ്റിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കും കേട്ടോ. അതുപോലെ തന്നെ പെസ്റ്റ് വരാതിരിക്കാൻ ഒത്തിരി നല്ലതാണ് നമ്മൾ ഈ ക്രിസാന്തമം ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി കൃഷിയുടെ ഇടയ്ക്കൊക്കെ വെക്കുന്നത്. അതുപോലെ തന്നെ പരാഗണം നടക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് ഇടയ്ക്കൊന്ന് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമ്മുടെ തെറ്റിച്ചെടിയാണ് കേട്ടോ. തെറ്റിച്ചെടിയിൽ പൂവൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇത് പൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് എന്തോ ചെയ്യുമെന്നറിയാമോ, നല്ല ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 പിഞ്ച് NPK ഇടും. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. അന്നേരം ഇത് കണ്ടോ, ഇതുപോലെ നിറയെ ഏത് പൂക്കാത്ത ചെടിയാണെങ്കിലും നിറയെ മുട്ടും പൂവും വരാൻ അത് സഹായിക്കും. ആ സെയിം ട്രിക്ക് നമ്മളെല്ലാ പൂക്കുന്ന ചെടിക്കും ചെയ്യുന്നത് നല്ല കേട്ടോ. ഞാൻ ഇതാണ് നേരത്തെ നിങ്ങളെ കാണിച്ചില്ല, ആദ്യം കാണിച്ച പ്ലമ്മിൻ്റെ ഇത് മരമെന്ന് പറയാറായിട്ടില്ല, ഇച്ചിരി വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് പറിച്ച് നല്ല ഗുണമാട്ടോ. നമ്മുടെ ഈ വാങ്ങുന്ന പ്ലമ്മിൽ നിന്നും ഇത് സൈസ് വളരെ ചെറുതാണ്, അതായത് ചെറിയ സൈസാണ്. നമ്മൾ വാങ്ങിക്കുന്ന പ്ലം വലുതല്ലേ, അന്നേരം ഇത് ഇത്രയേ ഉള്ളൂ. വലിയൊരു നെല്ലിക്കായേക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പമുണ്ട്, നാരങ്ങയെക്കാട്ടിലും ഇച്ചിരിയോടെ ചെറുത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നട്ടു വെച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതെല്ലാം കായ്ച്ച് കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ റൗണ്ട് ഗാർഡാണ് കേട്ടോ. നമ്മുടെ ബോട്ടിൽ ഗാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ റൗണ്ട് വെറൈറ്റിയാണ് ഇത് കണ്ടോ. ഇതൊക്കെ ചിലർ ചോദിക്കുമോ നമ്മുടെ നാട്ടിൽ എന്താ ഉണ്ടാകാത്തത്? ഒന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ നാട്ടിലും കായ്പ്പിച്ചെടുക്കാമെന്ന് ചെറിയൊരു പ്രൂഫാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ, ഇത് പ്രതീക്ഷിച്ച് ഇത് ഉണ്ടാകത്തില്ലായിരിക്കുന്നു, പക്ഷേങ്കിൽ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിറയെ കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂക്കളും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ട് സാമ്പാറുണ്ടാക്കും. അതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു റെസിപ്പിയാണ്. അത് നോർത്ത് ഇന്ത്യൻസൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ഇവിടെ ചെയ്യാറുണ്ട്.
അതായത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ റൗണ്ട് ഗാർഡ് ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ട് തൊലിയൊന്നും കളയണ്ട, എളുപ്പമായിട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി കളയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അന്നേരം ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അത് കടുകിടുക, പച്ചമുളകും അതുപോലെ തന്നെ നല്ലൊരു പച്ചമുളകും അതുപോലെ തന്നെ ഈ സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് ഇതും കൂടി അതിൻ്റെ ചേർത്ത് വഴറ്റിയിട്ട് ഉപ്പ് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലയും കൂടി ഇട്ട്, സാമ്പാർ മസാല ഇട്ടാലും മതി, ചെറിയൊരു മസാല ഇട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഈ സെയിം അത് തന്നെ നിങ്ങൾക്ക് ബോട്ടിൽ ഗാർഡ് വെച്ചും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു ഇത്. ഇതിൽ ഞാൻ പോത്തോസ് ആയിരുന്നു വെച്ചിരുന്നത്, അതായത് നമ്മുടെ മണി പ്ലാന്റ്സ്. അന്നേരം ഇത് എന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ആ ചെടി മുഴുവൻ അങ്ങ് അവിഞ്ഞു പോയി, അതായത് അളിഞ്ഞു പോയെന്ന് പറയാൻ പറ്റും, അങ്ങ് ചെറുതായിട്ട് ഇൻഫെക്ഷൻ വന്ന് ഫുള്ളങ്ങ് പന്നലായിപ്പോയി. അപ്പോൾ ഞാൻ ഓർത്തു അത് 2 ദിവസം ഞാൻ ഈ ചട്ടി കൊണ്ട് നല്ലപോലെ വെയിൽ കൊള്ളിപ്പിച്ചു കേട്ടോ. വെയിൽ കൊള്ളിപ്പിച്ച് പഴയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ പുതിയ പ്ലാന്റ്സിൻ്റെ സ്റ്റെം കട്ടിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വെയിലത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അണുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചത്തുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തുള്ളി സാഫും വെള്ളത്തിലൊഴിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മണ്ണ് ഫംഗസ് ഒന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ പോത്തോസ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ചെറിയ സ്റ്റെം കട്ടിങ്സ് ഫുൾ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ റൗണ്ടിൽ കിടക്കുന്ന നമ്മുടെ ലീക്ക ബോൾസ് കേട്ടോ, ക്ലേ ബോൾസ്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ നേരം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ലീക്ക ബോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി ആ ഒരു പോട്ട് കാണാൻ എസ്തെറ്റിക് ആയിരിക്കും കേട്ടോ, നല്ലൊരു ലുക്ക് കിട്ടും. പിന്നെ വാട്ടർ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒരു മോയ്സ്ചർ അതിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ലേക്ക ബോൾസ് ഹെൽപ്പ് ചെയ്യും. അതാണ് മെയിനായിട്ട്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും ഈ ബോൾസ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഡ്രൈയും ആവും. അപ്പോൾ നമ്മൾ ഇൻഡോർ വെക്കുന്ന ചെടികൾ എപ്പോഴും നല്ല രീതിയിലൊരു എപ്പോഴും നനവ് മെയിൻറ്റെയിൻ ചെയ്ത ഫംഗൽ വന്ന് നമ്മുടെ ചെടി ഇല്ലാതായി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ചെടിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു, വേര് ചീഞ്ഞു പോയി. അതാണ് ഞാൻ ആദ്യം വെച്ച അതിന് സംഭവിച്ചപ്പോൾ. എപ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ. അതൊരു മുക്കാലൊന്ന് ഡ്രൈ ആയി വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്നും വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കുകയാണെങ്കിലുള്ള പ്രശ്നമൊന്നുമില്ല, ചെടി ഫംഗൽ ഇൻഫെക്ഷൻ വരും, അതുപോലെ വേര് ചീയൽ വരും, വെള്ളം കെട്ടിക്കിടന്നാലും അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് മെയിനായിട്ട് നമ്മൾ ഇടയ്ക്കൊരു 15 ദിവസത്തിലോ ഒരിക്കലോ അല്ലെങ്കിൽ വൺസിൻ്റെ മന്തോ ഈ സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സാഫ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഫംഗൽ ഏജൻ്റാണ്. ഒരു ബ്ലൂ കളറിൽ കിട്ടുന്ന ഒരു പൗഡർ ഫോമിൽ വരുന്നൊരു പൊടിയാണ്. അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് ഒക്കെ ഒരുമാതിരി ഇൻഫെക്ഷനൊന്നും വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇതെൻ്റെ ബേർഡ്സ് നെസ്റ്റ് ഫേണാണ്. എനിക്ക് ഫേൺസ് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഓരോന്നിൻ്റെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ കാണാൻ ഒത്തിരി ഓരോരോ രീതിയിലല്ല, ഒരുപാട് ചിലരുടെയിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഫേൺസിൻ്റെയൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഓക്സിജൻ തരുന്ന പ്ലാന്റ് കേട്ടോ. അതായത് ബെസ്റ്റ് ഓക്സിജൻ ഗിവിങ് പ്ലാന്റിലൊന്നാണ് ഈ ഫേൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്ലാന്റ്സിലേക്ക് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓക്സിജൻ ഗിവിങ് പ്ലാന്റിലൊന്നാണ് നമ്മുടെ അലോവേരാസ്, അതുപോലെ തന്നെ CC പ്ലാന്റ്സ്, അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ്. ഞാൻ പഴയത് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓക്സിജൻ തരുന്ന ഇൻഡോർ വെക്കാൻ പറ്റുന്ന നല്ല ചെടികളെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ നമുക്ക് നല്ല കേട്ടോ. കാരണം അത് ഇൻഡോറിൽ വെക്കുന്നതുകൊണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ കുറേ നാൾ മുമ്പ് കണ്ടതാണ്. നമ്മൾ ഇൻഡോറിൽ ചെടി വെക്കുകയാണെങ്കിൽ അവരുടെ ഒരു ടെസ്റ്റിമോണി പറഞ്ഞാണ്, അതായത് അവരുടെ ആസ്മ വരെ മാറിക്കിട്ടിയെന്ന്. അതായത് ഇൻഡോറിൽ നമ്മളറിയാതെ തന്നെ ഒരുപാട് പൊടികളും ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ഫർണിച്ചേഴ്സിൻ്റെയൊക്കെ പെയിൻറ്റിങ്സ് അതിൻ്റെയൊക്കെ കെമിക്കൽ കൊണ്ടാണല്ലോ ഈ പെയിൻറ്റ് ചെയ്യുന്നത്, പോളിഷ് ചെയ്യുന്നത് ഒക്കെ. അതുപോലെ വാൾ പെയിൻറ്റിങ്സ് ഇതൊക്കെ. അന്നേരം അതിൽ നിന്നൊക്കെ കുറേ പോയ്സണസ് ആയിട്ടുള്ള പല ഇതും
നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള പല ഗ്യാസസും വരും. അപ്പോൾ അതിൽ നിന്ന് അതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ ചെടികൾക്കുണ്ട്. അതായത് നമ്മൾ ഇൻഡോർ വെക്കുന്ന ചെടികൾ. അപ്പോൾ എപ്പോഴും നല്ലതാണ് നമ്മൾ ചെടികൾ എപ്പോഴും ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ, ഇൻഡോർ ഒരു കോർണറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനൊരു നല്ല ഒരു ലുക്കും വരും. അത് മാത്രമല്ല അതിലും ലുക്കിനെക്കാട്ടിൽ കൂടുതൽ നമുക്കെപ്പോഴും ഒരു പ്യൂരിഫിക്കേഷൻ എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതിപ്പോൾ ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യാൻ ഈ ചെടികൾക്ക് നല്ല കഴിവുണ്ട്. എസ്പെഷ്യലി നൈറ്റിൽ നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജനൊക്കെ നമുക്ക് കിട്ടാൻ ചെടികളൊക്കെ അകത്ത് വെക്കുന്നത് നല്ലതാണ് ഒരു പരിധി വരെ. ഇത് എൻ്റെ ഒരു ബോൺസായി പ്ലാന്റ് ആണേ. അത് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ നേരം ഉണ്ടല്ലോ സൂക്ഷിച്ചൊഴിച്ചാൽ, നമ്മളിപ്പം വേറെ ആരുടെയും പറഞ്ഞ് വെള്ളം ഒഴിപ്പിക്കാൻ നേരം ഫോഴ്സ്ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ലീക്ക ബോൾസ് ഇട്ടേക്കുന്നതൊക്കെ തെറിച്ച് പോവും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരം ആരാന്നേലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒത്തിരി ഫോഴ്സായിട്ട് വെള്ളം ഒഴിക്കാതെ ജെൻറ്റിലായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ആ ലീക്ക ബോൾസ് അതിൽ കിടക്കുകയും ചെയ്യും. ചെടികൾക്ക് വലിയ ഹാംഫുൾ ആകാതെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇത് പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഒരുപാടങ്ങ് വളർന്നു വരുന്നതിൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ കെയർ നമ്മൾ ഈ ചെടികൾക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ ഒരുപാടങ്ങ് വളമൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഈ പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നല്ല രീതിയിൽ നമ്മൾ ഈ എല്ലുപൊടി ആയാലും അല്ലെങ്കിൽ ചാണകപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് മണ്ണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആ പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ചെടികളൊരു ആ ഒരു 3-5-6 മാസത്തേക്ക് ആ ഒരു മിക്സ്ചറിൽ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി വളം ഇടേണ്ട കാര്യമില്ല. അത് ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചെടികളെല്ലാം അങ്ങനെ പോട്ടിംഗ് മിക്സിൽ ഒരു പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്താൽ വെച്ചേക്കുന്നത്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ട കാര്യമില്ല, ജസ്റ്റ് വാട്ടർ ചെയ്താൽ മാത്രം മതി. പിന്നെ വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സ് ഇടയ്ക്ക് കൊടുക്കും. പിന്നെ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികൾ വേറൊരു കാര്യം, സൺലൈറ്റ് നമുക്ക് ഒരുപാട് അകത്ത് സൺലൈറ്റ് കിട്ടാത്ത വീടാണെങ്കിൽ ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി ഒരു സൺലൈറ്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചെടികൾക്ക് ആ ഒരു ഫോട്ടോസിന്തസിസ് കറക്റ്റായിട്ട് നടക്കാനും ഒക്കെ നമ്മൾ കുറച്ച് സൺലൈറ്റും കൂടെ ആവശ്യമാണ് ചെടികൾക്ക്. അന്നേരം നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ നേരം ഒരു സൺലൈറ്റ് കടന്നു വരുന്ന ആ ഒരു സൈഡിലേക്ക് വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. എയർ കടന്നു പോകാനുള്ള ഒരു ഇതും കൂടെ ഒക്കെ നോക്കി വേണം നമ്മൾ ഈ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. സൺലൈറ്റ് അതുപോലെ തന്നെ ചെടികൾക്ക് വേണ്ടിയ വായു നല്ല രീതിയിൽ കടന്നു വരുന്ന ഒരു ഏരിയയിൽ വെക്കണം. ഇല്ലായെങ്കിൽ പൂപ്പലും ഒക്കെ വരും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണേ. ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചത്. ഇത് നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് ഫേണിൻ്റെ ചെറിയ മിനിയേച്ചർ വേർഷനാണിത്. ഇത് ഇപ്പം ഒരുപാട് വെള്ളം വേണ്ട ഇതിന്. ഈ ഫേൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോയ്സ്ചറുള്ള ഏരിയയിൽ വെക്കുക, അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാനാണ്. പിന്നെ ഇന്നത്തെ കുക്കിങ്ങാണ്. കുറച്ച് അപ്പം ഉണ്ടാക്കി. ഇത് എൻ്റെ തന്നെ റെസിപ്പി മാവ് കൊണ്ടുണ്ടാക്കിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ നേരം ഉണ്ടല്ലോ, അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പഴയത് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിൻ്റെ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ, എല്ലാവരും അപ്പമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതാണല്ലോ, വേണമെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയത് കരിക്ക് കൊണ്ടാണ്. കരിക്ക് തേങ്ങ ഇട്ട ഉടനെ തന്നെയുള്ള കരിക്കിൻ്റെ അകത്ത് കരിക്കും അതുപോലെ തന്നെ അരിയും ഒരു പിടി ചോറും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഈസ്റ്റും ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അരച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫെർമെൻറ്റ് ആകാൻ ഒരു 2 to 3 hours വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതേപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കും. നല്ല ടേസ്റ്റിയാണ് അത്. പിന്നെ ഉണ്ടാക്കുന്നതിന് തൊട്ടൊരു 5-10 മിനിറ്റ് ബിഫോർ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ സ്വാദിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈസ്റ്റ് ചേർക്കാൻ നേരം നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഇതൊന്ന് ഓവനിൻ്റെ അകത്തോട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഒരു വാമായിട്ടുള്ള ഏരിയയിൽ വെക്കണം എപ്പോഴും നമ്മൾ ഈ മാവ് കലക്കിയതിന് ശേഷം. അന്നേരം പെട്ടെന്ന് അത് ഫെർമെൻ്റ് ആകാൻ സഹായിക്കും. ഇപ്പോൾ അതേ കണ്ടോ, ഇത് നല്ല ഫെർമെൻ്റായി, നല്ല ഫെർമെൻറ്റേഷൻ നടന്നു എന്ന് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ നേരം ഇങ്ങനെ കുഴികൾ വരുമല്ലോ, ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ അപ്പം നല്ല ക്രിസ്പിയുമാണ്. നടുഭാഗത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത്.
ഇത് മെയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് കറി, മുട്ടക്കറി, ബീഫ് കറി, ബീഫ് സ്റ്റൂവ്, ചിക്കൻ സ്റ്റൂവ്, അങ്ങനെയുള്ള ഏത് ഇതിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പം ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നടുക്കോട്ടൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ മുട്ടയപ്പമായി. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരുപാട് പറഞ്ഞങ്ങ് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് നമ്മുടെ ഗപ്പീസാണേ. ഇത് കണ്ട മീൻ നല്ല രീതിയിൽ ഇങ്ങനെ നടന്ന് ഓടുവാണ്. ഇതിന് പ്രത്യേകിച്ച് ഫിഷ് ഫീഡായിട്ട്, ഗപ്പി ഫീഡായിട്ടൊന്നും കൊടുക്കുന്നില്ല. എങ്കിൽ തന്നെ അതിൽ തന്നെ അത് ഫുഡ് കണ്ടെത്തുവാണെന്ന് തോന്നും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഈ കയ്യൂന്നിയുടെ ഇല വെച്ച് എണ്ണ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.